പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുരുവട്ടൂരികളായ ആളുകൾ നൗഷാദും ടീമൊക്കെ ഇപ്പോൾ പുതിയൊരു ഫിത്നയുമായി വന്നിരിക്കുകയാണ്. നമ്മുടെ സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ സമസ്തയുടെ നിധിപ്പെട്ടി ഫണ്ട് സമാഹരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പെട്ടി സ്ഥാപിച്ചിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് നൗഷാദും ടീമും പരിഹസിക്കുന്ന പരിഹാസ്യം കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് അതിൻ്റെ മറുപടിയിലേക്ക് നമുക്ക് വരാം. മനസ്സിലാക്കുക, ഈ പെട്ടി എങ്ങനെയുള്ള സമസ്തന്റെ പെട്ടിയാ? ഒന്ന്, ഈ മറ്റേ പറയുന്നുണ്ട് ഈ പെട്ടിക്ക് ഭയങ്കര ഫലമാണ്, 20 ഉറുപ്പിക ഇട്ടാൽ തന്നെ ബ്ലോക്ക് തീരുന്നതാണ്. ഇവിടെ 2 വന്നോട്ടെ. ആ ബോക്സിന്റെ ഒരു ഭാഗത്ത് അറബിയിൽ ഒരു ബെയ്ത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇമാം ഷാഫി തങ്ങളുടെ ബെയ്ത്താണ്. അതിന്റെ മലയാളം ഒന്ന് വായിച്ചു നോക്കാം. അല്ലാഹു റബ്ബി, ഈ നിധിയിൽ നമ്മൾ നിക്ഷേപിക്കുന്നത് നാളെ ആഖിറത്തിലേക്ക് വലിയൊരു നിധിയായിരിക്കും. മാത്രമല്ല ആപത്തുകൾ തടയും, കണ്ണേറിൽ നിന്ന് തടയപ്പെടും, സിഹറിൽ നിന്ന് തടയപ്പെടും. അല്ലാഹു റബ്ബി, ഞാൻ കഴിഞ്ഞ ആഴ്ച വയനാട്ടിൽ ഒരു പരിപാടിക്ക് പോകാം. നിന്നോട് എല്ലാവരും പറഞ്ഞു, ഉസ്താദേ വയനാട്ടിൽ ഇപ്പോൾ പുറപ്പെടണ്ട, ചുരത്തിലൊക്കെ ബ്ലോക്കാണ്. ഞാൻ നമ്മളെ സമ്മേളന നിധിന്റെ അതിലേക്ക് ഒരു 50 ഉറുപ്പിക നിയത്താക്കിയിട്ട് ഞാനാണ് പോയി. ഒരു ബ്ലോക്കും ഇല്ല, സുഖമായിട്ട് പോയി വന്നു. അല്ലാഹു ഖൈർ നൽകുമാറാവട്ടെ. എന്റെ അനുഭവം ഞാൻ പറയാം, നിങ്ങൾ വിട്ടോളി. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവും സംഗതി. ഇന്നിപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങോട്ട് പോരാൻ നോക്കുമ്പോൾ എന്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് നിലമ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 3 സ്ഥലത്ത് വെള്ളം കഴിക്കണം. അപ്പോൾ കുറച്ചോനെ അവിടെയൊക്കെ എങ്ങനെ ഇങ്ങോട്ട് വരാൻ വെച്ചാൽ എത്തണം. ഇന്നലെ നമ്മൾ അമാനിമാർ വിളിച്ചപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ഒന്ന് വരാതിരിക്കാനും ഇളക്കി നോക്കി വരെ. ഞാൻ അപ്പോൾ നോക്കുമ്പോൾ ഇളകണില്ല. അപ്പോൾ നമ്മൾ ആ സമസ്ത നിധിയിൽ ഒരു 20 ഉറുപ്പിക എനിക്ക് ഈസിയിൽ അതാണ് ഇട്ടു. അതായിട്ട് സുഖമായിട്ട് പോകുന്നു. ഇൻഷാ അല്ലാഹ് വൈകുന്നേരം. ഇതിലും വലിയ തട്ടിപ്പ് ലോകത്ത് വേറെ ഏതാണ്? ഇതേ വിഷയം വേറെ തങ്ങൾ പറഞ്ഞാൽ ആത്മീയ ചൂഷണം, നാറിയപടി എന്തൊക്കെയോ പറഞ്ഞ് ബ്ലോക്ക് മാറാൻ ഒരു 20 20 ഒതുക്കിയത് നന്നായിട്ടോ. 2000 എന്നൊക്കെ പറഞ്ഞാൽ ഈ സാധുക്കൾ കുടുങ്ങൂലേ? നമുക്ക് ബേജാറില്ല, നമ്മൾ ഈ പെട്ടിട്ടിയാലും തട്ടുകൊടുക്കുന്നല്ലാതെ നമുക്കെന്ത് പറ്റി? അതേ സമയത്ത് ഈ ഒരുപാട് സാധുക്കളായ ആളുകൾ ഇവരുടെ അടിമകളായി ജീവിക്കുമ്പോൾ ഓലെ പറഞ്ഞ് പറ്റിക്കല്ലേ? ഇത് സിഹർ മാറാൻ അത് മതി, ആഫത്തുകൾ തട്ടാൻ അല്ല. ഇപ്പോൾ കേട്ടല്ലേ നിങ്ങൾ? ഇതാണ് നൗഷാദും ടീമും നടത്തുന്ന പരിഹാസ്യം. എന്താണ് ഇപ്പോൾ ചെയ്യുക? വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ ആലിമീങ്ങളെ കുതിര കയറുക എന്നുള്ളത് ഇവരുടെ സ്വഭാവമാണ്. ഇതിലിപ്പോൾ നമ്മുടെ ഉലമായി ചെയ്ത പ്രവർത്തനം എന്താ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്ത് സ്വതക്ക, ഇതിനെ പറ്റിയല്ലേ ആ പെട്ടിയിലും ഇതിനെ പറ്റിയല്ലേ നമ്മുടെ ഉലമാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇങ്ങനെ ആളുകളിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുക എന്നുള്ളത്, ജനങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിക്കുക എന്നുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തല്ലേ? ഞാൻ ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, മഹാനവറുകളെ സ്വഹീഹ് മുസ്ലിമിന് വ്യാഖ്യാനം എഴുതിയ ഇമാമുന നബവി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഷർഹ് മുസ്ലിമാണ് എൻ്റെ ഈ കയ്യിലുള്ളത്. ഇതിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഇത് ഹദീസ്, ഒരു നീണ്ട ഹദീസ് ആയതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. ഞങ്ങളെല്ലാവരും സ്വഹാബാക്കൾ പറയുകയാണ്, ഞങ്ങളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഇരിക്കുകയായിരുന്നു ഒരു നട്ടുച്ച സമയത്ത്. ആ സമയത്ത് ചെരുപ്പില്ലാത്ത വളരെ ദരിദ്രരായ ആളുകൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് അവരാരെ കയ്യിലും വസ്ത്രങ്ങളൊന്നുമില്ല. അവരെ കണ്ടാൽ തന്നെ അറിയാം അവർ വളരെ ദരിദ്രം പിടിച്ച ആളുകളാണ്. എന്നിട്ട് പറയുന്നു, കുല്ലുഹും മിൻ മുല്ലർ എന്നല്ല, അവർ മുലർ ഗോത്രത്തിൽ നിന്നുള്ളവരാണ്. ഇങ്ങനെ മുലർ ഗോത്രത്തിൽ നിന്നുള്ളവരാണ് അധികം ആളുകളും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മുഖം ആകെ മാറി. എന്താ കാരണം? ആ ആളുകൾ കയ്യിൽ ഒന്നുമില്ല, അവർ ദരിദ്രരാണ്, ഒന്നുമില്ലാത്തതിൻ്റെ മേൽ. ഇതാണെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. സ്വഹാബക്കളും വളരെ ദരിദ്രം പിടിച്ച ആളുകളാണ്, ആരെടുത്തും കയ്യിലില്ല. ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിലാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹുവിന് ബാങ്കിൻ്റെ സമയമായപ്പോൾ ബാങ്ക് വിളിക്കുകയും നിസ്കാരം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രസംഗിക്കുകയും ചെയ്തു. ആ പ്രസംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ എന്ന ആയത്ത് ഓതി. അതുപോലെ തന്നെ ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ എന്ന ആയത്തും ഓതി. ഇത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ് എന്ന സൂറത്ത് ഹശറിലെ ഈ ആയത്ത് ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസംഗിച്ചു, വഅദ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ സ്വതക്കയുടെ മഹത്വം, സ്വതക്കൻ്റെ മഹത്വവും അതിൻ്റെ ശ്രേഷ്ഠതയുമെല്ലാം വർണ്ണിച്ചപ്പോൾ സുഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ അവർ വീട്ടിലേക്ക് പോയി. ഞാൻ നീട്ടി പറയുകയില്ല. അങ്ങനെ വീട്ടിലേക്ക് പോയി ആ വീട്ടിലുള്ള വസ്ത്രം എന്താണോ, വീട്ടിലുള്ളതൊക്കെ കാരക്കയും ഈത്തപ്പഴയും അതുപോലെ തന്നെ വസ്ത്രവും എല്ലാം ആ സ്വഹാബി കൊണ്ടുവന്നപ്പോൾ ആ സ്വഹാബി ഇതെല്ലാം കൂടെ ഏറ്റിപ്പിടിച്ച് കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ, ഇതെല്ലാം ചുമന്ന് കൊണ്ടുവന്നപ്പോൾ ആ സ്വഹാബിയുടെ ഈ വസ്തുവിൻ്റെ ഭാരം കാരണമായിട്ട് ആ സ്വഹാബിക്ക് ഇത് കഴിഞ്ഞില്ല. അത്രയും കുറേ വസ്തുക്കളുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ
ബാക്കിയുള്ള സ്വഹാബാക്കളൊക്കെല്ലാം ഈ സ്വഹാബിയെ കണ്ടപ്പോൾ അവരെല്ലാം വീട്ടിലേക്ക് പോയി. വീട്ടിലുള്ളതെല്ലാം വസ്ത്രവും ഭക്ഷണവുമായി എല്ലാവരും തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ഇത് പള്ളിയിൽ വെച്ചപ്പോൾ വലിയ 2 കൂനകളായിട്ടുണ്ടായിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. എൻ്റെ നൗഷാദ്, ഈ ഹദീസ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസിൽ കാണാൻ കഴിയും പിരിവ് നടത്താം, അതുപോലെ തന്നെ ജനങ്ങളോട് ദീനിന് വേണ്ടി ചോദിക്കാം, ആളുകൾക്ക് വേണ്ടി സഹായം ചോദിക്കാം എന്നുള്ളതല്ലേ ഈ ഹദീസ് മനസ്സിലാക്കി തരുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ആലിമീങ്ങളെ കുറ്റപ്പെടുത്തുന്നത്, പരിഹസിക്കുന്നത്? കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ബാക്കി നൗഷാദ് പ്രസംഗിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അതിന് വിശദീകരണത്തിൽ വരാം. ഇതിൽ കാണാൻ കഴിയും, ഈ ഹദീസിൻ്റെ ശറഹിൽ തന്നെ ഇമാം നബവി റളിയല്ലാഹു തന്നെ പറയുന്നുണ്ട്, ഇതിൽ സ്വതക്കയെ പ്രേരിപ്പിക്കണമെന്നും സ്വതക്കയെ പ്രോത്സാഹിപ്പിക്കണമെന്നും അതുപോലെ തന്നെ ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണമെന്നും എല്ലാം ഇതിൽ കാണാൻ കഴിയും. ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ തന്നെ ഇമാം നബവി റളിയല്ലാഹു പറയുന്നുണ്ട്. ഇരിക്കട്ടെ, ഇനി നൗഷാദ് തുടരട്ടെ, തുടർന്നിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി മറുപടിയിലേക്ക് വരാം. അവിടെ പോയിന്റാണോ നമുക്ക്? അതൊരു ബറക്കത്തുള്ള പെട്ടിയാണ്. എന്താണോ അതിന്റെ ദലീൽ? ആ പെട്ടിക്ക് ബറക്കത്തുണ്ടെന്ന് പറയാൻ ആരാണ് നിനക്ക് അധികാരം തന്നത്? മഹാനായ തൃപ്പനച്ചി ഉസ്താദിന്റെ കൊടിമരത്തിന് കൂലിയുണ്ടെന്നും ബറക്കത്തുണ്ടെന്നും പറഞ്ഞപ്പോ തോന്നിവാസം എന്ന് പറഞ്ഞ നിയൽവാദി മുസ്ലിയാരെ, ഈ പെട്ടിക്ക് ബറക്കത്തുണ്ടെന്നതിന്റെ തെളിവെന്താ? ആരാ പറഞ്ഞത്? ഖുർആനുണ്ടോ? ഹദീസുണ്ടോ? താങ്കൾക്ക് ഇൽഹാമുണ്ടോ? എന്ത് ബറക്കത്താണോ ഉള്ളത്? ആരാ ഇത് പഠിപ്പിച്ചത്? നിന്റെ പെട്ടിക്ക് ബറക്കത്തോ? പച്ച തോന്നിവാസം പറയുന്നത് ബറക്കത്തുണ്ടെന്ന് ഇയ്യാ തീരുമാനിക്കല്? ഇവക്ക് ഒന്നുകൂടി എന്നിട്ട് അതിന് ആ ബറക്കത്തെ സ്ഥിരപ്പെടുത്താനാ തോലിയത്ത് എന്നവരെ പെട്ടി കൊണ്ടുവരുന്നത്. ഇപ്പോൾ കേട്ടല്ലോ നൗഷാദിൻ്റെ വാദം. ബഹുവന്യരായ പേരോട് ഉസ്താദ് ആ പ്രസംഗത്തിൽ പറയുന്നു അതിനെല്ലാം ബറക്കത്തുള്ള പെട്ടിയാണ്. സ്വതക്ക കൊടുക്കുമ്പോൾ ബറക്കത്തുണ്ടാവും എന്നുള്ളത് നൗഷാദിന് അറിഞ്ഞില്ല. അത് ബറക്കത്തുള്ള പെട്ടിയാണ്. ദലീൽ എന്താണെന്ന് ചോദിക്കുന്നത്. ഞാൻ നബവി ഇമാമിൻ്റെ ശറഹ് മുസ്ലിമിന് വ്യാഖ്യാനം എഴുതിയ നബവി ഇമാമിൻ്റെ ശറഹ് മുസ്ലിം തന്നെയാണ് ഉദ്ധരിക്കുന്നത്. ഇതിൽ കാണാൻ കഴിയും, ഒരു ഹദീസിൽ കാണാൻ കഴിയും, മാ നഖസത്തു സ്വദഖത്തുൻ മിൻ മാലിൻ എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഒരു സ്വദഖയും സമ്പത്തിന് ചുരുക്കുന്നില്ല. ഇത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് ഇമാമുന നബവി റളിയല്ലാഹു അൻഹു, ഒരുപാട് മാനകളുണ്ട്. എന്താ പറയുന്നെന്താ? ദക്കറു ഫിഹി വജ്ഹൈനി, ഈ ഹദീസിൽ 2 വജ്ഹുകളാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അഹദുഹുമ, അതിൽ നിന്ന് ഒന്നാമത്തത് മാനാഹു, അതിൻ്റെ മാന അന്നഹു യുബാറക്കു ഫിഹി, സ്വതക്ക കൊടുത്താൽ ബറക്കത്ത് ലഭിക്കപ്പെടുമെന്നാണ്. ബറക്കത്ത് ലഭിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് സമാഹരിക്കുന്ന ഭാഗമായിട്ടുള്ള ഈ പെട്ടി, നിധിപ്പെട്ടി, അതിലെല്ലാവരും സ്വതക്കിടുമ്പോൾ അതിൽ ബറക്കത്ത് ഉണ്ടാവില്ലേ? അപ്പോൾ അതിന് ബറക്കത്തുള്ള പെട്ടിയല്ലേ അത്? അപ്പോൾ ഉസ്താദിന് തെറ്റിയിട്ടില്ല, പിന്നെ എന്താണ് തെറ്റിയത്? നൗഷാദ് നിനക്കാണ് തെറ്റിയത്. നീ ഉസ്താദിൻ്റെ മേൽ കുതിര കയറുകയും ഉസ്താദിനോടുള്ള അന്ധമായ വിരോധവും വൈരാഗ്യവും വിദ്വേഷം വെച്ചു പുലർത്തിയപ്പോൾ നിനക്ക് ഇത്തരം ഗ്രന്ഥങ്ങളെ പറ്റിയുള്ള വിവരണം അല്ലെങ്കിൽ ഇത്തരം ഗ്രന്ഥങ്ങളിലുള്ള നിന്റെ കണ്ണ് എത്തിയില്ല. മാത്രമല്ല ആലിമീങ്ങളെ കൊച്ചാക്കുവാനുള്ള നിൻ്റെ ഈ ബുദ്ധി, ഇതാണ് നിനക്ക് പറ്റിയ ആപത്ത്. നിൻ്റെ മനസ്സ്, നിൻ്റെ ഹൃദയം കറുത്തുപോയതിൻ്റെ തെളിവാണ് ഇതൊക്കെ. പിന്നെ നേരത്തെ പറയല്ലേ കൂറ്റമ്പാറ ഉസ്താദിനെ പറ്റി കളിയാക്കുകയാണ്. ഇതേ വ്യാഖ്യാനം പറഞ്ഞ് കാണാൻ കഴിയും, വയദുഫഉ ബിഹി അൽ മല്ലറാത്ത്, ആപത്തുകളൊക്കെ അതൊരു പോയി കിട്ടും, എല്ലാ ആപത്തും. അപ്പോൾ അസുഖമാണെങ്കിലും സിഹറാണെങ്കിലും കണ്ണേറൊക്കെ ഈ സ്വതക്കേട് പോയി കിട്ടും. നബവി ഇമാമാണ് പറയുന്നത്. ശറഹുൽ മുസ്ലിമിൽ ഇമാമുന നബവി റളിയല്ലാഹു അൻഹു വളരെ പച്ചയായി വ്യക്തമായി പറയുകയാണ് അല്ലേ. എന്നിട്ട് മാത്രമല്ല മഹാനവർ പറയുന്നു, വയൻ ജബിർ നഖ്സു സൂറത്തി ബിൽ ബറക്കത്തിൽ ഖഫിയ്യ വഹാദ മുദ്റകും ബിൽ ഹിസ്സി വൽ ഹാദ. ഇത് സാധാരണഗതിയിൽ ഇങ്ങനെ സ്വതക്ക ചെയ്യുമ്പോൾ കണ്ടുവരുന്നതാണ്. ഹിസ്സ് കൊണ്ട് അനുഭവിക്കപ്പെടുന്ന കാര്യമാണ്, സാധാരണ ഉണ്ടാവുന്ന കാര്യമാണ്. സ്വതക്ക ചെയ്യുമ്പോൾ ആപത്തുൽ മുസീബത്തുകൾ പോയി കിട്ടും. മാത്രമല്ല ഇത് ബറക്കത്തിൽ പെട്ടിയാണ്, തെളിവ് കിട്ടിയില്ലേ? അപ്പോൾ സ്വതക്ക ചെയ്യുമ്പോൾ അതിന് ബറക്കത്തുണ്ട്. അതാണ് ബറക്കത്തിൽ പെട്ടി എന്ന് പറയുന്നത്. എന്തിനാണ് സഹോദര ഇങ്ങനെ ആലിമീങ്ങളെ ഈ കുറ്റം പറയുന്നത്? ഇനി അതിരിക്കട്ടെ, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു, മഹാനവർ ഉസ്താദായ ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു, അവിടുത്തെ അസ്നൽ മത്താലിബിൽ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും ഇങ്ങനെ സ്വതക്ക ചെയ്ത് കൊടുക്കൽ നല്ലതാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട ഇമാം അസ്നൽ മത്താലിബിൽ പറഞ്ഞില്ലേ. അതേ വ്യാഖ്യാനം തന്നെ തുഹ്ഫയ്ക്ക് വ്യാഖ്യാനം ചെയ്ത് അബ്ദുൽ ഹമീദ് ഷെർവാനി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, തുഹ്ഫൈ നിഹായയിലല്ലേ, മുഗ്നീലല്ലേ, ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ ആലിമീങ്ങൾ പറഞ്ഞ സ്വതക്കിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. ബറക്കത്തിൻ്റെ പറഞ്ഞ കാര്യം ഈ ഒരു സുന്നത്തിനെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ അല്ലേ നൗഷാദിൻ്റെ പരിഹാസം ഉണ്ടാവുന്നത്? നൗഷാദിൻ്റെ പരിഹാസം, കുരുവട്ടൂരിൻ്റെ പരിഹാസം ഇതല്ലേ?
അപ്പോൾ അതുകൊണ്ട് സഹോദരന്മാരെ, ഇവർ ഈ ദീനിനെ കൊച്ചാക്കുന്നു, അതുപോലെ തന്നെ ദീനിൻ്റെ വിരോധി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾക്ക് ഇവർ വളം വെച്ചു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ നൗഷാദിനും കുരുവട്ടൂർ ടീമിലൊന്നും സുന്നത്ത് ജമാഅത്തോ ദീനോ അവർക്ക് ലക്ഷ്യമല്ല. അവർക്ക് പണ്ഡിതന്മാരെ തേജോവധം ചെയ്യണം, ആലിമീങ്ങളെ പരിഹസിക്കണം, ആലിമിലെ കുതിര കയറണം. ഇതിനു വേണ്ടി കച്ചക്കെട്ടി ഇറങ്ങിയ ഒരു വിഭാഗം മാത്രമാണ് ഈ കുരുവട്ടൂരികൾ എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോയിൽ പറഞ്ഞ ആരോപണങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് മറുപടിയുമായി മറ്റൊരു വീഡിയോയിൽ വരാം. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.